Hello all, welcome to my channel Teacher at Home. Today class we are going to learn the third chapter, that is the redox reactions and the rate of chemical reactions. Various changes are happening around us. നമ്മുടെ ചുറ്റും എന്താണ് പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. This include both physical and chemical change. അല്ലേ? Physical ആയിട്ടും chemical ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. Chemical change result in the formation of chemical change നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? പുതിയ compounds ഒക്കെ form ചെയ്യും. Given below is a table showing the mass of the reactants and the products. അല്ലേ? Reactants ഉം product ഉം combine ചെയ്താൽ എന്ത് form ചെയ്യും? Reactants combine ചെയ്താൽ എന്ത് form? Products form ചെയ്യും. അല്ലേ? അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഹൈഡ്രജൻ എന്തുമായിട്ട് കമ്പൈൻ ചെയ്തു? ക്ലോറിൻ ആയിട്ട്. എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് കമ്പൈൻ ചെയ്യുന്നത്? 2 gram of hydrogen combines with 71 gram of chlorine to form how much? 73 gram of hydrogen chloride. In the same way, 4 gram of hydrogen combined with 142 gram of chlorine, that is we are twice. ഇരട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 146 gram of what? Hydrogen chloride is formed. Given below is a table showing the mass of the reactants and the products. Hydrogen combined with the oxygen to form എന്ത് form ചെയ്യുക? Water form ചെയ്യുക. എത്ര gram hydrogen? 2 gram of hydrogen combined with 16 gram of oxygen form 18 gram of water. In the same way, 4 gram of hydrogen combined with 32 gram of oxygen to form 36 gram of water. Here it is shown Antonio Lavoisier. Lavoisier founded the role of oxygen. That at in combustion. കത്തുന്ന സമയത്ത് ഓക്സിജന്റെ റോള് എക്സ്പ്ലെയിൻ ചെയ്തത് ലാവോസിയർ ആണ്. He discovered that during respiration, oxygen is absorbed. റെസ്പിറേഷന്റെ ശ്വസനത്തിന്റെ സമയത്ത് ഓക്സിജൻ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. He also noticed that the presence of oxygen in nitric acid. അല്ലെ, നൈട്രിക് ആസിഡിൽ എന്താണ്? ഓക്സിജന്റെ പ്രസൻസ്. സൾഫ്യൂരിക് ഏതിലേക്കാണ് ഓക്സിജന്റെ പ്രസൻസ്? നൈട്രിക് ആസിഡിൽ, സൾഫ്യൂരിക് ആസിഡിൽ, ഫോസ്ഫോറിക് ആസിഡ്. He named the elements oxygen and hydrogen. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ നെയിം ചെയ്ത ആരാണ്? ലാവോസിയർ ആണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്നൊക്കെ നെയിം ചെയ്തത്. In a chemical reaction, mass is neither created nor destroyed. This is a law of conservation of mass. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ്. അത് ഒരിക്കലും ഉണ്ടാക്കുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദിസ് ലോ വാസ് പ്രൊപ്പോസ്ഡ്. ഈ ലോ ആരാ പ്രൊപ്പോസ് ചെയ്തത്? ലാവോസിയർ ആണ് പ്രൊപ്പോസ് ചെയ്തത്. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്. അല്ലെ, നമ്മളിവിടെ കണ്ടില്ലേ, 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ എന്താ ഫോം ചെയ്തത്? 18 ഗ്രാം വെള്ളമാണ് ഫോം ചെയ്തത്. അല്ലെ, അപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എത്രയാണോ നമ്മൾ ആഡ് ചെയ്തത് അത്ര തന്നെയാണ് നമുക്ക് ലഭിച്ചത്. This was proposed by Antonio Lavoisier. So the total number of atoms of each element in the reactant side and that in the product side are equal. Are in the, അല്ലെ, നമ്മളിപ്പോ കണ്ടല്ലോ, രണ്ടും ഈക്വൽ ആണ്. A piece of magnesium is burned in air. What do you observe? അപ്പൊ മെഗ്നീഷ്യം നമ്മൾ കത്തിക്കുകയാണ്. വായുടെ സഹായത്തോടു കൂടി കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ഫീൽ ചെയ്യും? ലൈറ്റ്. അല്ലെ, കത്തുമ്പോൾ ലൈറ്റ് എനർജി ആൻഡ് ഓൾസോ ചൂട്, ഹീറ്റ് എനർജി. What is the white powder formed? Magnesium plus oxygen gives magnesium oxide. അല്ലെ, ഇത് കണ്ടില്ലേ, മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ. മെഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് O2. O2 എങ്ങനെയാ കിട്ടിയത്? നമ്മൾ പഠിച്ചതാണല്ലോ, അല്ലെ, മെഗ്നീഷ്യത്തിന്റെ വാലൻസി അത് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് Mg O2 ആവും. That's 2 MgO. You have to balance the equation. This is a chemical equation. Which are the reactants? Reactants ഏതൊക്കെയാണ്? മെഗ്നീഷ്യമും ഓക്സിജനും. പ്രൊഡക്റ്റ് ആണെങ്കിലോ magnesium oxide. Note down the number of atoms in the reactant side and the number of atoms in the product side. Here we can see the number of atoms in the reactant side, magnesium 1, oxygen here 2. So the total number of products, magnesium 1, the ഈ reaction ആണ് നമ്മൾ നോക്കേണ്ടത്. magnesium 1, oxygen 2. Product ആവുമ്പോൾ magnesium 1, oxygen 1. Is the number of atoms of each element equal on both sides? രണ്ട് സൈഡിലും ഈക്വൽ ആണോ? അല്ല, അല്ലെ. No. The number of which atom is not equal on both sides? ഏതാണ് ഈക്വൽ അല്ലാത്തത്? നമ്മളിവിടെ കണ്ടപ്പോൾ എന്താ നോക്കിയത്? മെഗ്നീഷ്യം രണ്ട് സൈഡിലും ഈക്വൽ ആണ്, പക്ഷെ ഓക്സിജനോ രണ്ട് സൈഡിലും ഈക്വൽ അല്ല. How many product molecules are needed to equalize the number of oxygen? എത്ര product molecule ആണ് ആവശ്യം? O2 ആണ്. അപ്പൊ 2 molecules. How will you represent 2 molecules of magnesium oxide?
2 molecules of magnesium oxide എങ്ങനെയാ present ചെയ്യുക? ഒരു molecule എന്ന് പറയുമ്പോൾ MgO, 2 molecule പറയുമ്പോൾ 2 MgO. Now, is the number of magnesium atom equal on both sides? Magnesium atom equal അല്ല അല്ലേ? How many magnesium atoms are needed in the reactant sides? 2 വെച്ചിട്ടാണ് balance ചെയ്തത്. അപ്പോൾ 2 atoms are required. Then how can you write the above equation? 2 Mg plus O2 gives what? 2 MgO is the total number of atoms on each element in the molecule present in the reactant side and that in the product side equal in this equation. Yes, it is equal in this equation. In this manner, equalizing the number of atoms on each element in molecules in the reactant side and the product side called a balancing of equation. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? Balancing of equation എന്ന് പറയാ. Look at another example. Zn plus HCl gives ZnCl2 plus H2. അല്ലേ? Balanced അല്ല equation. അപ്പോൾ total number of atoms in the reactant side. Reactant zinc എത്രയുണ്ട്? 1. Hydrogen 1. Chlorine 1. Product side zinc 1, chlorine 2, hydrogen 2. How many zinc atoms are there in the reactant side and that in the product side? That is the reactant side. It is 1 and in the product also it is 1. Then which are the atoms showing a difference in their number? Hydrogen and chlorine. It is showing a difference in their number. In order to make them equal on both sides, how many atoms has to be added? 2 ആണ് ഇതിന്റെ വേരിയേഷൻ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ 2 molecules of HCl should be taken as a reactant. Zn plus 2 HCl gives ZnCl2 plus H2. Let's balance the chemical equation. H2O2 gives H2O. അപ്പോൾ total number of atoms in the reactant side അല്ലേ? ഏതിലാ? വെള്ളത്തിൽ എത്രണ്ണം ഉണ്ട്? ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. പ്രൊഡക്റ്റിലാവുമ്പോൾ ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. When the number of oxygen atom in the product side, it is made 2. That is H2 plus O2 gives 2H2O. അല്ലേ? 2 ഹൈഡ്രജനും 2 ഓക്സിജനും from 2H2O. Total number of atoms in the reactant side, hydrogen 2, oxygen 2. Total number of productsലോ ഇതിൽ എത്രയുണ്ട്? 4. ഹൈഡ്രജൻ 4, ഓക്സിജൻ 2. 2O ഇല്ലേ? 2O, hydrogen 4. In order to make the number of atoms in the reactant side 4, shouldn't we take 2 hydrogen molecules? 2H2 plus O2 gives 2H2O. Let us balance the equation. അപ്പോൾ 2H2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 4 ആയി. ഹൈഡ്രജൻ ഇവിടെ 4 ആയി. കറക്റ്റ് ആയില്ലേ? പിന്നെ O2. ഇതിൽ 2 ഓക്സിജൻ. Let us balance the equation. Al plus O2 gives Al2O3. Total number of atoms in the reactant side എത്രയാണ്? അലുമിനിയം 1, ഓക്സിജൻ 2, Al 2, ഓക്സിജൻ 3. If we make the number of aluminum atom 2 ഒക്കെ എന്ത് സംഭവിക്കും? 2Al അല്ലേ? 2Al plus O2 gives Al2O3. Is the number of oxygen atom on both sides equal? ഇപ്പോൾ ഈക്വൽ ആയോ? ഇല്ല, ഈക്വൽ ആയിട്ടില്ല. The number of oxygen atoms in the reactant side is 2 and the number of oxygen product side is 3. In order to make them equal on both sides, the number of oxygen atoms should be increased by 6. Then how many oxygen molecules are needed in the reactant side? 6 ആക്കണമെങ്കിൽ ഇവിടെ എത്ര വേണം? 3O2 എന്ന് വേണം അല്ലേ? 3O2 ആകുമ്പോൾ ഇവിടെ 2Al2O3. 2Al plus 3O2, 2Al2O3. Al2O3. അപ്പോൾ ഓക്സിജൻ 6 ആയി, അലുമിനിയം 2. Is the number of aluminum atom on S? It is right. Right now it is 4 ആണ് അല്ലേ? 4 അലുമിനിയം ആയി ഇവിടെ. അപ്പോൾ പിന്നെ അത് ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ആവുമ്പോൾ എന്ത് ചെയ്യണം? 4Al എന്നിട്ടാൽ മതി. അപ്പോൾ 4Al plus 3O2 ആവുമ്പോൾ 2Al2O3. ഓക്കെ. C plus O2 gives CO2. N2 plus H2 gives 2NH3. അതായത് write down the number of reactants and products in the table given below. അപ്പോൾ എത്ര റിയാക്റ്റൻസ്? കാർബൺ 1, ഓക്സിജൻ 2 അല്ലേ? പ്രൊഡക്റ്റിലാണെങ്കിൽ കാർബൺ 1, ഓക്സിജൻ 2, നൈട്രജൻ 2, ഹൈഡ്രജൻ 2,
പ്രൊഡക്റ്റിൽ നൈട്രജൻ 1, ഹൈഡ്രജൻ 3. റിയാക്ടന്റ് സൈഡിൽ ഹൈഡ്രജൻ എത്രയുണ്ട്? 4, ഓക്സിജനും 4. പ്രൊഡക്റ്റിലാണെങ്കിൽ ഹൈഡ്രജൻ 4, ഓക്സിജനിൽ ഹിയർ 2, 2, 4. ഓക്കെ, അതുപോലെ ഓരോന്ന് എഴുതുക. സൾഫർ 1, ഓക്സിജൻ 2, 4. ഹിയർ സൾഫർ 1, ഓക്സിജൻ 3. ബാലൻസ് ഇക്വേഷൻ വിച്ച് ആർ അൺബാലൻസ്ഡ്. അപ്പൊ ബാലൻസ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ അതിൽ ബാലൻസ് ചെയ്തിട്ട് എഴുതണം. Oxidation and reduction. You are familiar with the reaction between magnesium and chlorine to form magnesium chloride, അല്ലേ? See the chemical reaction as shown. Mg plus Cl2 gives MgCl2. Electronic configuration of magnesium. നമ്മൾ എത്ര പഠിച്ച? 12 ആണ് magnesium atomic number. അപ്പൊ 2, 8, 12. ക്ലോറിൻ്റെ ആണെങ്കിൽ എത്ര? 17. 2, 8, 7. How many electron does a magnesium atom donate? Donate 2 electron donate ചെയ്യും. What charge it will get? As it is donating, അല്ലേ, അതിന് എത്രയാണ്? 2 plus ആണ് അതിന് ഇത് കിട്ടുക. കംപ്ലീഷൻ 2 plus 2 electrons. 2 electron അല്ലേ അത് കൊടുക്കുന്നത്. അപ്പൊ 2 electron ആണ് ഡൊണേറ്റ് ചെയ്യുക. അപ്പൊ മെഗ്നീഷ്യത്തിന് 2 plus കിട്ടും. How many electrons are accepted by the chlorine atom? 2 minus. അപ്പൊ ക്ലോറിൻ ഇവിടെ 7 ആണ്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് 1 electron ആണ്. അപ്പൊ ക്ലോറിൻ gives chlorine plus 1 electron, Cl minus. Complete the reaction. Cl plus 1 electron, Cl minus. Oxidation എന്ന് പറയുന്നത് എന്താ? It is the process of loss of electrons, അല്ലേ? ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ആറ്റം which loses electron, it is called reducing agent, and atom which gain electron is called oxidizing agent, അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ച്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആകുമ്പോൾ ഓക്സിഡേഷൻ, ഗെയിൻ ആകുമ്പോൾ റിഡക്ഷൻ. ആറ്റം വിച്ച് ലൂസ് ഇലക്ട്രോൺ, ലൂസ് ചെയ്യണതിനെയാണ് റിഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുക. ഗെയിൻ ഇലക്ട്രോണിനെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ മുകളിലത്തെ റിയാക്ഷനിൽ റെഡ്യൂസിങ് ഏജന്റ് ആറ്റം, ദിസ് ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡൈസ് എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം. റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ക്ലോറിനാണ് ഇലക്ട്രോൺ ലഭിച്ചത്. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂസ് ഇലക്ട്രോൺ, അല്ലെ? ലൂസ് ഇലക്ട്രോൺ ഏതാണ്? Reducing agent, it is gain electron, that is chlorine. Oxidizing, it is loose electrons, that is magnesium. Magnesium plus fluorine gives magnesium fluoride. Oxidized agent, it is atom is magnesium. അപ്പോൾ equation oxidation എന്താണ്? magnesium 2 electron കൊടുക്കും, അല്ലേ? അപ്പൊ Mg2 plus 2 electron gives Mg. Reduced atom എന്ന് പറയുന്നത് ഏതാ? iron. F plus അല്ല fluorine. Equation of reduction is F plus electrons. ഒരു electron ആണ് കൊടുക്കുന്നത്, അപ്പോൾ F minus. Oxidizing agent F, reducing agent എന്ന് പറയുമ്പോൾ magnesium. Likewise 2Na plus Cl2 gives 2NaCl. ഇതിൽ oxidized atom sodium എന്താ ചെയ്യുക? Na2 plus 2 electron. Reduced atom എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആണ് കൊടുക്കുന്നത്, അപ്പൊ Cl plus electron gives Cl minus. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറിനും, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം. Oxidation number. Oxidation number of an atom in a molecule is the formal charge assigned on the atom. ഒരു ആറ്റത്തിൽ എന്ത് ചാർജ് ആണോ കൊടുക്കുന്നത് അതാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. If all the bonds of the substance are considered to be ionic, ഇപ്പൊ എല്ലാ ബോൺസും എന്താണ്? അയോണിക് ആണെങ്കിൽ consider the reaction between hydrogen and chlorine to form hydrogen chloride. For hydrogen plus chlorine gives 2HCl. Here as we know, a covalent bond is formed by sharing. അപ്പോൾ electrons share ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ electrons share ചെയ്യുമ്പോൾ എന്ത് ബോണ്ട് ഉണ്ടാവുക? കോവലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്യുക. ഏത് തമ്മിൽ? ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ. Oxidation number of an atom in a covalent bond is found out by assuming that the electron pair, it is formed by assuming that the electron pair it is shifted to more electronegative atom.
അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം in a covalent bond എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ പെയർ അല്ലേ? മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് എന്ത്? ഓക്സിഡേഷൻ നമ്പർ. ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. In a molecule of an element will be 0 as the electrons are shared equally between the atoms. അപ്പോൾ 0 ആയിരിക്കും. എങ്ങനെ? ഇലക്ട്രോൺസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. The sum of the oxidation number constituent atoms in a molecule will be 0. In the formation of hydrogen chloride, it is assumed that chlorine acquires a negative charge by accident. അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിച്ചത്? ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. കാരണം എന്താണ്? അത് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ? ഹൈഡ്രജൻ ആണെങ്കിലോ പോസിറ്റീവ് ചാർജ്, കാരണം അത് ഇലക്ട്രോൺ ലൂസ് ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. What is the oxidation number of hydrogen in H2? That is during the formation of hydrogen chloride. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മൾ എന്താ പറഞ്ഞ? ഹൈഡ്രജന് പോസിറ്റീവും ക്ലോറിന് നെഗറ്റീവും അല്ലെ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളിൽ ഒന്നും സംഭവിക്കുന്നില്ല, അപ്പൊ 0 ആണ്. ഓക്സിഡേഷൻ ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വേറെ ഏതുമായിട്ടും അത് ഇലക്ട്രോൺസ് ഷെയർ ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. Let us write the equation by including the oxidation number. ഇത് കണ്ടില്ലേ? ഒറ്റയ്ക്കാവുമ്പോ എന്താണ്? അതിൽ ഷിഫ്റ്റിംഗ് ഒന്നും സംഭവിക്കുന്നില്ല, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ 0. പക്ഷെ രണ്ട് മോളിക്യൂൾ തമ്മിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് എന്ത്? ഷിഫ്റ്റിംഗ് നടക്കുന്നത്, അപ്പൊ അതിന് ചാർജുകൾ ഉണ്ടാവും. In this reaction, does oxidation number of hydrogen increase or decrease? It increase അല്ലെ? ക്ലോറിനിലാണെങ്കിലോ ഡിക്രീസ് ആണ് കാണുന്നത്. പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് അല്ലെ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ എന്താ പറയാ? ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് റിഡക്ഷൻ എന്ന് പറയും. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വിച്ച് ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ്? ഹൈഡ്രജന്റെ ക്ലോറൈഡ് സമയത്ത് ഓക്സിഡേഷൻ നമ്മൾ എന്താ പറഞ്ഞ? ഇൻക്രീസ് ചെയ്യുക അല്ലെ? ഇൻക്രീസ് ചെയ്യണത് എന്തിനാണ്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കേസിലോ ഹൈഡ്രജൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജന്റും ഹൈഡ്രജൻ തന്നെയാണ്. വിച്ച് ആറ്റം ഈസ് റെഡ്യൂസ്ഡ്? റെഡ്യൂസ് ചെയ്ത ആറ്റം ഏതാണ്? ക്ലോറിൻ. ഓക്സിഡൈസിങ് ഏജന്റ് വന്നിട്ട് ഏതാ? ക്ലോറിൻ തന്നെ. കാരണം എന്താണ്? അതാണ് ഇലക്ട്രോണ് ആക്സെപ്റ്റ് ചെയ്തത്. C+O2 അല്ലെ? ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0. ഇതിലെന്താ? സിയും O2. ഇതെങ്ങനെ? അതായത് കാർബൺ എന്ന് പറയുമ്പോൾ 6 ആണ് അറ്റോമിക് നമ്പർ അല്ലെ? അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2, 4. Okay, so 4 more electrons is required in order to complete the octet shell. അപ്പൊ എന്താവും? +4 electrons. ഓക്സിജൻ ആണെങ്കിൽ 8. So 2, 6. 2 electrons is required. Oxidation number before the reaction 0. Oxidation after the number +4. Oxidation reduction happened. Then before it is 0, after it is -2. Oxidation agent. Agent എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. റെഡ്യൂസിംഗ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്, അല്ല മീൻസ് കാർബൺ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് വിച്ച് ആറ്റം ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്? സോഡിയം ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? സോഡിയം ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് വിച്ച് ആറ്റം ഡിക്രീസ് ചെയ്തത് ഏതിനാണ്? ക്ലോറിൻ അല്ലെ? റെഡ്യൂസിംഗ് ഓക്സിഡൈസിംഗ് ഏജന്റ് ക്ലോറിൻ, റെഡ്യൂസിംഗ് ഏജന്റ് സോഡിയം. സിങ്ക് +2HCl gives zinc chloride and hydrogen. കണ്ടില്ലേ? ഇൻഡിവിജ്വൽ ആയി നിൽക്കുമ്പോൾ അതിന്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് 0 ആണ്. ഹൈഡ്രജനും ക്ലോറിൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജന് +1, ക്ലോറിന് -1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഫ്രം 0 to 2. ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? സിങ്ക് ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ വന്നതും എന്താണ്? +1 to 0. Reduced atom zinc. Here HCl is the oxidizing agent and zinc is the reducing agent. Hydrogen oxidation number 1 അല്ലെ? ഫ്ലൂറിൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ -1. 9 ആണ് ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 2, 7 അല്ലെ? അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി ആവശ്യമുള്ളതാണ്, അപ്പൊ അതുകൊണ്ടാണ് -1. അതുപോലെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ 17, 2, 8, 7 അല്ലെ? അപ്പൊ അതിൽ ഒരു ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്.
ഓക്സിജൻ നോക്കൂ 8 ആണ്. അപ്പൊ 2 6 2 ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. ലൈക്ക്വൈസ് ഓൾ അലുമിനിയം ആണെങ്കിൽ 13 2 8 3 അപ്പൊ 3 ഇലക്ട്രോൺസ് ബീൻ റിക്വയർഡ്. അങ്ങനെയാണ് നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതുക. Oxidation number of sulfur in H2SO4. Oxidation state of hydrogen എത്രയാ +1. Oxygen -2. Let the oxidation state of sulfur be X. We know that the oxidation state of atoms in the compound is 0. അല്ലേ? അങ്ങനെയാകുമ്പോൾ എന്താണ് H2SO4 ഹൈഡ്രജൻ 1 എന്ന് പറഞ്ഞു അല്ലേ? 2 × 1 പ്ലസ് എക്സ് സൾഫർ എക്സ് ആയിട്ട് എടുത്തു. പിന്നെ ഓക്സിജൻ ആണ് 4 × -2. ഓക്സിജൻ നമുക്കറിയാം -2. അപ്പൊ +2 എക്സ് -2 എക്സ് മൈനസ് അപ്പൊ എക്സ് എത്രയാണ് +6. ഓക്കെ. സൾഫർ ഇൻ H2SO4 is +6. Find the oxidation number of Mn in KMnO4. മാംഗനീസ് KMnO4 നിന്ന് മാംഗനീസിന്റെ കണ്ടുപിടിക്കണം. പൊട്ടാസ്യത്തിന്റെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു അല്ലെ? ഇതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിരിക്കണം. പൊട്ടാസ്യത്തിന്റെ +1 ആണ്. ഓക്സിജന്റെ -2. ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാത്തിന്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എന്നിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടാൻ എത്ര ഇലക്ട്രോൺസ് ആണോ റിക്വയർഡ് അത് ആക്സെപ്റ്റ് ചെയ്യാണോ അതോ മീൻസ് ഡൊണേറ്റ് ചെയ്യാണോ ഡിപെൻഡ്സ് ഓൺ ദിസ് the positive and negative charge will come. Oxidation state of potassium +1. Oxidation state of oxygen -2. അപ്പോൾ ഇനി കാണാനുള്ളത് Mn ആണ്. ആ Mn നമ്മൾ X ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഹൈഡ്രജന്റെ നമുക്കറിയാം +1 അല്ലെ? ഓക്സിജന്റെ -2. അപ്പൊ ഇതിലെന്താണ് O4 ആ തന്നിരിക്കുന്നത്. അപ്പൊ 4 × -2. So +1 + X -8 that is X - 7 = 0. X equal to ഈ മൈനസ് നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും +7 ആവും. Mn MnO2 Mn2O3 and MnO4. Which atom is reduced in this reaction? Hydrogen and chlorine. Hydrogen 0 chlorine 0. മറ്റേ ഇതാവുമ്പോൾ H+Cl- അല്ലെ? ഓക്സിഡൈസ്ഡ് ഹൈഡ്രജന് റെഡ്യൂസ്ഡ് ആകുമ്പോൾ ക്ലോറിന്. This reaction constitutes the complete chemical reaction H2 + Cl2 2HCl. Process of oxidation reduction take place simultaneously. അല്ലെ? അത് രണ്ടും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. 2 reaction together അങ്ങനെ നടക്കുന്നതിന് ഓക്സിഡേഷൻ റിഡക്ഷൻ തുടർച്ചയായി നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക. എക്സാമ്പിൾസ് Mg + F2 MgF2 2Na + Cl2 2NaCl. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ ഏതൊക്കെയാണത്? ബേണിംഗ് ഓഫ് ഫയർവുഡ് അല്ലെ? പിന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ തുരുമ്പിക്കുക. പിന്നെ എന്താണ് ബേണിംഗ് ഓഫ് ക്രാക്കേഴ്സ് അല്ലെ? പടക്കം പൊട്ടിക്കലും ഇതൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. ഡു ദിസ് റിയാക്ഷൻ occur at the same rate? No, they won't occur at the same rate. Other situation where the speed of chemical reaction to be increased or decreased. Increase ചെയ്യാനോ decrease ചെയ്യാനോ അല്ലേ? Increase. Have you ever thought of reducing the rate of considerably, rate of rusting of iron considerably? Don't we wish the fire would burn faster? ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ മോർ എയർ ആവശ്യമുണ്ട് അല്ലെ? ബേൺ ചെയ്യണം. പെട്ടെന്ന് കത്തിയാണെങ്കിൽ എന്താണ് എയറുടെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. Doesn't this indicate that some factors influence the rate of chemical reaction? Let us study the rate of chemical reaction and the factors influencing it. Nature of the reactants and rate of chemical reaction. അപ്പോൾ ഏത് തരം റിയാക്ടൻസ് ആണ് നമ്മൾ ആ മീൻസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് മെഗ്നീഷ്യം വിത്ത് ഡൈല്യൂട്ട് HCl സെയിം. സിങ്കും മെഗ്നീഷ്യവും എന്താ ഡൈല്യൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരേപോലത്തെ സബ്സ്റ്റൻസ് ആണോ നമുക്ക് കിട്ടുന്നത്? വാട്ട് ആർ ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ എക്സ്പെരിമെന്റ്? Zinc and HCl. Is it necessary to take zinc and in almost the same size? Note the procedure of the experiment. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും അല്ലേ? സിങ്ക് HCl ആവുമ്പോൾ എന്താവും? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. When zinc was added, zinc plus HCl gives ZnCl2 plus H2. Mg plus HCl gives MgCl2 plus H2. Then in which test tube the reaction faster? മെഗ്നീഷ്യത്തിലാണ് റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക. Is there any difference in the concentration of the acid used in these experiments? No. ഒരു വ്യത്യാസവും ഇല്ല അല്ലെ? What is the factor that influence the rate of reaction? Nature of reactant ആണ് factor influence ചെയ്തത്. Nature of reactant is one of the factor which influences the rate of chemical reaction. Concentration and rate of chemical reaction. We have found that the influence of the nature of reactants on the rate അല്ലെ?
nature of reactants. Reactants in the nature endine depend cheyum, rate of chemical reaction ne depend cheyum. Let us see the relationship between the concentration of the reactants and the rate of chemical reaction. How magnesium reacts with HCl? HCl of different concentration. What are the material required? Material required എന്താണ്? Test tube, പിന്നെ magnesium, hydrochloric acid ഇതൊക്കെയാണ് requirements. Is it necessary to have magnesium ribbon of equal mass? Yes. What about the volume of HCl? HCl equal volume ആയിരിക്കണം അല്ലേ? Now let us do the experiment. Take magnesium ribbon of equal mass in both the test tube. അപ്പം രണ്ട് test tube നമ്മൾ എന്താ എടുത്തത്? Magnesium ribbon എടുത്തു. Add ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. Add concentrated HCl to one test tube. ഒരു test tube ലേക്ക് നമ്മൾ എന്ത് ചെയ്തു? Concentrated HCl add ചെയ്തു അല്ലേ? Another ലേക്ക് dilute HCl add ചെയ്തു. Equal volume ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Test tube 1 and test tube 2. Note the that is what observation we have noted. First എന്താണ്? നമ്മൾ concentrated add ചെയ്തു. അപ്പോൾ reaction faster ആയിരിക്കും. Second law dilute add ചെയ്തതുകൊണ്ട് reaction slow ആയിരിക്കും. Write the balanced chemical equation, that is Zn plus dilute HCl gives ZnCl2, Mg plus HCl gives MgCl2 plus H2. Okay, reaction faster ഏതിലായിരിക്കും? Concentrated HCl. Test tube contain more HCl molecule per unit volume. Collision theory. According to this theory, reactant molecules have to collide against each other for chemical reaction. Reactant molecules collide ചെയ്യണം chemical reaction നടക്കാൻ. All collisions between reactant molecules need not result. എല്ലാ collisionum എന്താണ്? Chemical reaction ഉണ്ടാക്കില്ല. Only when the reactant molecules have energy greater than the certain minimum. എപ്പോഴാണ്? When they have a minimum energy, അതായത് greater energy ഉള്ളപ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക? Effective collision ഉണ്ടാക്കുക. അതെന്താവും? Product formation സഹായിക്കും. An increase in the number of molecules and increase in the energy will result in increase in number of molecules increase ചെയ്യും തോറും എനർജിയും increase ചെയ്യും. അതനുസരിച്ച് എന്ത് സംഭവിക്കും? Increase in the number of effective collision. Surface area of solids and the rate of chemical reaction. Let us see how a sample of dilute HCl react with a marble piece and then with marble powder of equal mass. അപ്പോൾ നമ്മൾ എന്താ എടുക്കുന്നത്? ഒരു marble piece marble powder ആണ് എടുക്കുന്നത് അല്ലേ? Equal mass. അത് HCl ആയിട്ട് react ചെയ്തു. അപ്പം നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ബീക്കർ ആണ്. അതിലേക്ക് നമ്മൾ marble piece marble powder എടുത്തു. Dilute HCl add ചെയ്തു. Write the chemical equation of the marble എന്ന് പറയുന്നത് എന്താണ്? It is calcium carbonate. അല്ലേ? Calcium carbonate dilute HCl രണ്ട് dilute HCl ആയിട്ട് react ചെയ്തപ്പോൾ എന്ത് form ചെയ്യും? Calcium chloride plus water plus CO2. Is there any difference in the two beakers? Yes, there is a difference between the two beakers. Is there in the mass of the marble? No. What about the surface area? Surface area ഇത് കൂടും. കാരണം എന്താ? In which case is the chance for greater number of acid molecule to contact with the marble? Powder ആണ് അല്ലേ? Powdered ആകുമ്പോൾ നിറയെ molecules will be in large number. പിന്നെ എന്താ? Space ഉണ്ടാവും. അത് interact ചെയ്യാനുള്ള space is there. What is the change in the rate of collision when surface area increases? It also increases. The rate of collision also increases. What will happen to the rate of reaction if marble is further crushed? Or rate of reaction in the increase ചെയ്യും. In the case of reactions involving solid, the surface area is a factor. അപ്പോൾ സോളിഡിന്റെ മാറ്റർ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? സർഫസ് ഏരിയ ആണ് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുക? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. When solids are made into small pieces of powder, അല്ലേ? സോളിഡ്സ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ചെറിയ പീസസോ പൗഡറോ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സർഫസ് ഏരിയ കൂടും. As a result, the number of molecules undergoing effective collision, അല്ലേ? എത്ര molecules ആണോ collision undergo ചെയ്യുന്നത് അതും എന്താവും? increase ചെയ്യും. Hence the rate of reaction increases. Rate of reaction എന്ത്? increase ചെയ്യും അല്ലേ? Firewood burns faster when they are cut into. അപ്പോൾ നമ്മൾ ഒരു വലിയ മരക്കഷ്ണം വെക്കണ മാതിരി ചെറിയ ചെറിയ പീസ് വെച്ചാൽ എന്താവും? വേഗം കത്തിപ്പോവും. കാരണം എന്താണ്? It depends on the size അല്ലേ? More particles for daily use. Temperature and rate of reaction. Let us see the influence of temperature in the reaction between sodium thiosulfate and hydrochloric acid. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് sodium thiosulfateും hydrochloric acid എടുത്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. Procedure: prepare the dilute solution of sodium thiosulfate in a beaker. Take equal volume of the solution. അപ്പോൾ അതിന്റെ sodium thiosulfateന്റെ equal volume നമ്മൾ രണ്ട് boiling tubeലേക്ക് എടുത്തു അല്ലേ?
heat one boiling tube 4 times. അതിൽ ഒരു ബോയിലിംഗ് ട്യൂബ് നമ്മൾ കുറച്ച് നേരം ചൂടാക്കും. അതിനുശേഷം എന്താ ആഡ് ചെയ്യുന്നത്? dilute hydrochloric acid equal amount രണ്ടിലും ആഡ് ചെയ്തു. record the observation. എന്താ ഒബ്സർവേഷൻ നമ്മൾ കാണുക? precipitation ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ? പത പോലത്തെ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. in which of the boiling tube is precipitate formed faster? ഏതിലായിരിക്കും ഫാസ്റ്റ് അല്ലെ? നമുക്ക് അതിനെ മനസ്സിലാക്കാം. കാരണം എന്താ? ബോയിൽ ചെയ്ത ട്യൂബിലാവും precipitate പെട്ടെന്ന് ഫോം ചെയ്യുക. what is the color of the precipitate form? it is pale yellow. powder of എന്താണ്? സൾഫർ, സോഡിയം thiosulfate അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൾഫറിന്റെ pale yellow of sulfur. The color change is due to the precipitation of sulfur in both the boiling tube. അപ്പോൾ chemical reaction sodium thiosulfate അതിന്റെ ഫോർമുല എന്താ? Na2S2O3. Na2S2O3. അത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? HCl ആയിട്ട് റിയാക്ട് ചെയ്തു അല്ലെ? HCl ഇത് ബാലൻസ്ഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കി എച്ച് ഇവിടെ പ്രസന്റ് ആണ് അല്ലെ? അത് O ആയിട്ട് കമ്പൈൻ ചെയ്ത് H2O ഫോം ചെയ്യും. പിന്നെന്താണ്? സൾഫറും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് SO2 ഫോം ചെയ്യും. പിന്നെ സൾഫർ റിമൈനിങ്. threshold energy to take part in the chemical reaction molecule അല്ലെ? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ എന്താണ്? മോളിക്യൂൾസിന് കുറച്ച് മിനിമം കൈനറ്റിക് എനർജി എങ്കിലും വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? threshold energy എന്ന് പറയുക. Here the energy as well as the speed of the molecule increases when reactants are heated. അതായത് നമ്മൾ റിയാക്ടൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് അല്ലെ? റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി എനർജിയും ഇൻക്രീസ് ചെയ്യും. That is, at the temperature increases the number of molecules with threshold energy. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? ത്രഷോൾഡ് എനർജി. അതായത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യണമെങ്കിൽ മോളിക്യൂൾസിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എനർജി ആവശ്യമുണ്ട് അല്ലെ? അതിനെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുക. നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇസ് എ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ടെമ്പറേച്ചർ എങ്ങനെയാ? നമ്മൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നില്ലേ? അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. കാറ്റലിസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോർമുല H2O2 is a compound which undergoes decomposition. അപ്പോൾ അതെന്താണ്? ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ? H2O2 is a compound which undergoes what? Decomposition. Usually its aqueous solution it is used in chemical. അതിന്റെ aqueous solution ആണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാം? 2H2O2 gives H2O plus O2. Take some hydrogen peroxide solution in a test tube. Show a glowing incense stick into the test tube. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു തിരിയില്ലേ? ചന്ദനത്തിരി എന്നിട്ട് അതിന്റെ ട്യൂബിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരികയാണ് കത്തിച്ചത്. What is the observation? Is there any difference occurring in the way in which the incense burns? എന്താണ്? burn brightly, നല്ലോണം കത്തും. Now add manganese dioxide into the test tube. പിന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോണേ? മാംഗനീസ് ഡയോക്സൈഡ് ആണ് ആഡ് ചെയ്യണത്. ഷോ ദ ഗ്ലോയിങ് സ്റ്റിക്ക്. പിന്നെയും ആ സ്റ്റിക്ക് കൊണ്ടുവരിക. എന്താണ്? അപ്പോഴും അത് നന്നായിട്ട് കത്തും. Does it indicate that when manganese dioxide is added, the rate of reaction increases and oxygen is formed faster? അപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? റിയാക്ഷൻ സ്പീഡപ്പ് ആയി അല്ലേ? എന്നിട്ട് എന്താ? ഓക്സിജൻ പെട്ടെന്ന് ഉൽപ്പാദിക്കപ്പെടും. ഫിൽട്ടർ ദ സൊല്യൂഷൻ യൂസിങ് എ ഫിൽട്ടർ പേപ്പർ when the reaction is completed. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യണം. The substance remaining in the filter paper is manganese. അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഫിൽട്ടർ പേപ്പറിൽ റെസിഡ്യൂ ലെഫ്റ്റ് ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ്. When examined carefully, it becomes clear that there is no change in the amount of property. അതായത് അതിന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്? പ്രോപ്പർട്ടിയിൽ അല്ലേ? അതിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. Presence of manganese dioxide has increased the rate of reaction. മാംഗനീസ് ഡയോക്സൈഡ് ആണ് എന്തുണ്ടാക്കിയത്? റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്തത്. ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. അപ്പൊ ഇതിൽ മാംഗനീസ്, ഈ റിയാക്ഷനിൽ മാംഗനീസ് ഡയോക്സൈഡിനെ നമ്മൾ എന്തായിട്ട് പറയാം? കാറ്റലിസ്റ്റ് എന്ന് പറയാം. Catalysts are substances which alter the rate of chemical reaction without themselves undergoing any permanent chemical change. Catalyst എന്ന് പറയുന്നത് എന്താണ്? alter the rate of chemical, അതായത് ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യണതാണ് കാറ്റലിസ്റ്റ്. അവര് സ്വയം എന്ത് കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കില്ല.
അവർക്ക് യാതൊരു without any permanent change അവർക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ബയോകാറ്റലിസ്റ്റ്, ബയോളജിക്കൽ പ്രോസസ് occurring in living cells അല്ലേ, are chemical reaction. This chemical reaction sustain life. This reaction catalyzed by complex protein molecules known as enzyme. Enzyme analyze present in saliva. അപ്പോൾ enzyme converts starch into maltose. അപ്പോൾ സലൈവയിലുള്ള എൻസൈം ആണ് എന്തുണ്ടാക്കുക, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നത് സലൈവയിലുള്ള enzyme. Okay, amylase. This reaction, manganese dioxide acts as a catalyst by increasing. ഈ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു അല്ലേ, മാംഗനീസ് ഡയോക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് അത് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള കാറ്റലിസ്റ്റിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യും. എന്ത് ഫോം ചെയ്യാൻ? വാട്ടറും ഓക്സിജനും. Then isn't it necessary to reduce the rate of recomposition of hydrogen peroxide during its storage? For this purpose, some phosphoric acid ന്റെ ഫോമുല H3PO4 അല്ലേ, അത് ആഡ് ചെയ്യും. Here phosphoric acid act as a negative catalyst as it reduces the decomposition. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത് അല്ലേ, decompose the rate of hydrogen peroxide. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. The manufacture of sulfuric acid manufacture ചെയ്യുന്ന സമയത്ത് vanadium pentoxide and in the manufacture vanadium pentoxide catalyst ആയിട്ടും, അമോണിയ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അയേൺ എന്താണ് പോസിറ്റീവ് കാറ്റലൈസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചത്. റേറ്റ് ഓഫ് റിയാക്ഷൻ, പിന്നെന്താ ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, അതൊക്കെ എങ്ങനെ കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തെ പഠിച്ചത്. That's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.